എല്ലാവർക്കും നമസ്കാരം. പ്രൊഡക്റ്റ് സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, തിങ്കളാഴ്ച ദിവസം നമുക്ക് പ്രൊഡക്റ്റ് സെഷൻ നടക്കാറുണ്ട് അല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് സെഷന്റെ ടോപ്പിക്കാ ബെസ്റ്റ് സൊല്യൂഷൻ ഫ്രോം കോൺസ്റ്റിപ്പേഷൻ ആൻഡ് പൈൽസ് റിലേറ്റഡ് ഡിസീസസ്. ഓക്കെ, അപ്പം സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഞാൻ പരിചയപ്പെടാൻ വിട്ടുപോയി, സോറി. എൻ്റെ പേര് ശ്രീജ, ഞാൻ ദുബൈയിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യാൻ പോകുന്ന മലപ്പുറം സ്വദേശിയായ ജുമേല മാഡത്തിനെയാ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരെയും എല്ലാരെയും അനുവാദത്തോടെ സ്നേഹത്തോടെ ഞാൻ മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഓൺ ദ പ്ലാറ്റ്ഫോം മാഡം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. എന്നെ ഈ ഒരു സൂമിലേക്ക് വെൽക്കം ചെയ്ത ശ്രീജ മാഡത്തിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സൂം കേട്ടിരിക്കുന്ന എല്ലാ സൂപ്പർ ലീഡേഴ്സിനും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. എൻ്റെ പേര് ഇവിടെ മാഡം പരിചയപ്പെടുത്തി, ജുമൈല. ഞാൻ വളാഞ്ചേരി കൊപ്പടുത്താണ് എൻ്റെ സ്ഥലം. ഇന്ന് നമ്മൾ ഒരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ വെൽനസ് മേഖലയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തിനാണ് നമ്മൾ വെൽനസ് മേഖലയിലേക്ക് പോകുന്നത് എന്നുള്ളത് അല്ലെ. അതായത് ആരോഗ്യമാണ് എല്ലാവർക്കും പ്രധാനമായിട്ടും വേണ്ടത്. ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ സന്തോഷം കണ്ടെത്താനും സമാധാനം കണ്ടെത്താനും ഒക്കെ എന്ത് വേണം? ആരോഗ്യം നമുക്ക് വേണം. അപ്പൊ ആ ഒരു ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാലും മുതൽ വൈകുന്നേരം നമ്മൾ കിടന്നുറങ്ങുന്നത് വരെയുള്ള ഭക്ഷണ രീതികൾ നമ്മൾ ശ്രദ്ധിക്കണം. വ്യായാമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉറക്കം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊന്നും ഇന്ന് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ രോഗികളാവുന്നത്. അപ്പോൾ ആ ഒരു രോഗമില്ലാത്ത അവസ്ഥയിലൂടെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യകരമായിട്ട് ജീവിക്കണം. അപ്പൊ അതിന് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലെ. പോഷകാഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതായത് ഒരു ദിവസം നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തേക്ക് വേണ്ടത് വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, പ്രോട്ടീന് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം. ഈ അഞ്ചും നമുക്ക് ഒരു ദിവസം കിട്ടേണ്ടതുണ്ട്. അത് ഇന്ന് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് പല അസുഖങ്ങളും നമുക്ക് വരാനുള്ള ഒരു കാരണം. അതായത് നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല. ശരാശരി ഒരാൾ എത്ര വെയിറ്റ് ഉണ്ടോ അത്ര ഗ്രാം പ്രോട്ടീന് നമ്മുടെ ശരീരത്തിലോട്ട് ആവശ്യമുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 കിലോഗ്രാം തൂക്കമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് 10 ഗ്രാം പ്രോട്ടീന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ 10 ഗ്രാം നമ്മൾ ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? എന്നിട്ടല്ലേ വലിയ ആളുകൾ കഴിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ രാവിലെ നമ്മൾ ഒരു 5 മണി മുതൽ 5:30 മുതൽ നമ്മളൊരു 7:30 വരെയൊക്കെ നല്ല ചൂടുള്ള വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് വെള്ളം കുടിക്കുമ്പോൾ രാവിലെ ഒന്നല്ലെങ്കിൽ ഈ ഇളം ചൂട് വെള്ളത്തിൽ ഒരു നാരങ്ങ, അതായത് ഒരു ലെമൺ പിഴിഞ്ഞ് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വെസ്ലിൻ ടീയോ എനർജി ഡ്രിങ്കോ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോഴും നമുക്ക് വൈകുന്നേരം വരയ്ക്കുള്ള എനർജി നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കഴിക്കൂല. അതായത് വെൽനസ് പ്രോഡക്റ്റുകൾ എന്താന്നുള്ളതോ അല്ലെങ്കിൽ പിന്നെ പോഷകാഹാരങ്ങൾ എന്താന്നുള്ളതോ ഒന്നും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നം വല്ലാണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റ്. അപ്പോ നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൽസ് ആണ് അല്ലെ. ഈ ഒരു പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഈ പൈൽസ് പുറത്ത് പറയാൻ മടിക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത്. എന്താണ് പൈൽസ്? പൈൽസ് വന്നു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ മറച്ചു വെക്കുന്നത്? എല്ലാ അസുഖം പോലെ തന്നെ ഒരു അസുഖമാണ്. അസുഖം എന്ന് പറയാൻ നമുക്ക് പറ്റൂല. അസുഖങ്ങളൊന്നല്ല, നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ അല്ലെ. അപ്പോ അതായത് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ്. നല്ല വെള്ളം കുടിക്കുന്നില്ല. വെള്ളം കുടിക്കാത്തത് കൊണ്ടും നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് കുറവാണ് ഇന്ന്. ആ എക്സസൈസ് കുറവായത് കൊണ്ടും
നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പൈൽസിന് രണ്ട് വിധമുണ്ട്. അതായത് ഈ ചില ആളുകൾക്ക് പിന്നെ പൈൽസ് വരുന്നത് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് പുറത്തേക്ക് തള്ളി വരുന്നൊരു പ്രശ്നമുണ്ട്. പുറത്തേക്ക്, അതായത് മലദ്വാരത്തിന്റെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ മലം പോവാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫിഷർ ഉണ്ട്. അതുപോലെ തന്നെ ഈ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് തരം ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഒന്ന് ഫിഷറും, അത് വേറൊന്ന് നമ്മൾ ഉള്ളില് മുറിവ് ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആ മുറിവ് വന്നു കഴിഞ്ഞാല്, അതായത് ഏനൽ കനാല്, അതായത് മലം പോകുന്ന ഭാഗമാണ് ഏനൽ കനാല് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതിൻ്റെ ഉള്ളില് നമുക്ക് മുറിവുകൾ വരാനുണ്ട്. അപ്പൊ നമുക്ക് മലം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ബ്ലീഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നമ്മുടെ ടാപ്പ് തുറന്ന പോലെയൊക്കെ ബ്ലീഡിങ് ചെയ്യും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് ആളുകൾ പറയാൻ മടിക്കുന്നത്. ആ മടിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് അസുഖങ്ങൾ കൂടി കൂടി വരും. നമ്മൾ വലിയ ഡോക്ടർമാരെടുത്ത് പോകും, സർജനെ കാണിക്കാൻ വേണ്ടി പറയും. സർജന്മാർ എന്ത് പറയും? അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്ന് പറയും. അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും വീണ്ടും നമുക്കത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഫൈബറും ഇല്ല, വേണ്ടത്ര വെള്ളവും ഇല്ല. അപ്പോ ഈ ഏനൽ കനാലൊക്കെ ഉണങ്ങി വരികയാണ്. ആ ഉണങ്ങി വരുമ്പോൾ മലം പോകുമ്പോൾ ആ ഒരു ഏനൽ കനാല് എന്ന് പറയുന്ന ആ ഒരു കുടല്, അതായത് അത് പൊട്ടിപ്പോവാണ്. അത് പൊട്ടുമ്പോഴാണ് ബ്ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാം. പഴം കഴിക്കുമ്പോൾ അതിൽ നാരുകൾ അടങ്ങിയ പഴമാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ആപ്പിള് നമ്മൾ തൊലിയോട് കൂടി കഴിക്കുമ്പോഴാണ് അതിൽ നിന്നും ഫൈബർ കൂടുതലായിട്ടും കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെള്ളം നല്ല കുടിക്കണം. അതുപോലെ ഫൈബർ അടങ്ങിയത് തന്നെയാണ് നമ്മൾ ഓട്സ് കാര്യങ്ങളൊക്കെ. ആ ഓട്സും നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഈ പൈൽസ് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഫിഷർ പറഞ്ഞു, അതുപോലെ ഫിസ്റ്റുല അല്ലെ. ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ പിന്നെ എന്താണ്, മുറിവ് ഇതായിട്ട് തള്ളി വരുന്നൊരു പ്രശ്നം വരുന്നുണ്ട് അല്ലെ, പല ആളുകൾക്കും വരുന്നുണ്ട്. അപ്പൊ ഇത് പുറത്ത് ആരും പറയൂല. അതായത് നമ്മളിപ്പോ പൈൽസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇത് എന്താണ് അസുഖം എന്നുള്ളത്. അപ്പോൾ മൂലക്കുരു എന്നുള്ളതും മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂലക്കുരു എന്ന് പറയും. അപ്പോ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആളുകൾക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാനുള്ള ഒരു മടി കൊണ്ടാണ്. അപ്പോൾ പൈൽസ് എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു പ്രശ്നം തോന്നുന്നില്ല ആളുകൾക്ക്. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മരുന്നുകളില്ല, സർജറികളാണ്. ആദ്യം അവര് സ്കാൻ ചെയ്യാൻ വേണ്ടി പറയും, അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഡോക്ടർമാർ എന്ത് പറയും? അത് സർജറി ചെയ്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്ന് പറയും. അത് വീണ്ടും വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ അതുപോലെ തന്നെ ഈ ചിക്കന്, അതുപോലെ മീറ്റ്, റെഡ് മീറ്റ് ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകള്, ഇപ്പോ ഡ്രൈവർമാര്, ഇവർക്കൊക്കെ പെട്ടെന്ന് പൈൽസിന്റെ അസുഖം വരും. കാരണം എന്താണ്? ആ സീറ്റ് ഇരുന്ന് ചൂടായിട്ടുണ്ടാവും. അപ്പൊ ചൂട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കൂടി അവർക്ക് കുറവായിരിക്കും. അങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമ്മൾ ആ ഒരു ഹോട്ടലിൽ നിന്നായിരിക്കും കൂടുതലായിട്ടും ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. അപ്പൊ നാരുകൾ അടങ്ങിയ ഫുഡ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെ കൂടെ അതൊക്കെയാണ് ഇതിനുള്ള ഒരു കാരണം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ചില ആളുകൾക്ക് പുറത്തേക്ക് തള്ളി വരാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവർക്ക് നല്ല പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ തള്ളി വരുന്ന ആളുകൾ ഉണ്ടാവും. പല ടൈപ്പിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതായത് നമുക്ക് മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളെ പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പഴവർഗ്ഗങ്ങള്, ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നാരുകൾ അടങ്ങിയ പുളിയുള്ളതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ നെല്ലിക്ക കഴിക്കാം, അതുപോലെ തന്നെ മുസമ്പി കഴിക്കാം. ഇതിലൊക്കെ നാരുകൾ കൂടുതലുണ്ട്, അതായത് ഫൈബർ അടങ്ങിയതാണ്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, ഇപ്പൊ കോഴിമുട്ട കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് ഉണ്ടല്ലോ,
വൈറ്റമിൻ സി നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പൊ ഈ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതായത് മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നുണ്ട്. പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കഴിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ആ പ്രതിരോധ ശേഷിക്കുള്ള വൈറ്റമിൻ സി നമ്മൾ കൊടുക്കുക തന്നെ വേണം. നമ്മൾ നെല്ലിക്കൊക്കെ കഴിക്കുന്നുണ്ടാവും. ആ നെല്ലിക്ക നമ്മൾ വൈറ്റമിൻ സി നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ നമ്മളെ വീട്ടിൽ കഴിക്കുന്നത്. അതായത് ഉപ്പിട്ട് സുറുക്ക ഒഴിച്ച്, അതായത് വിനീഗറൊക്കെ ഒഴിച്ച് നമ്മൾ അച്ചാറൊക്കെ പോലെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്, ഫുഡിന്റെ കൂടെ നമ്മൾ കഴിക്കുന്നത്. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലോട്ട് ശരിക്ക് കിട്ടുന്നില്ല. ആ വൈറ്റമിൻ സി കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് പ്രതിരോധ ശേഷി ഇല്ലാത്തതും പല രോഗങ്ങൾക്കും ഇത് കാരണമായി തീരുന്നുണ്ട്. അതായത് വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടത് ഫുഡിലൂടെയാണ്. ഫുഡിലൂടെ നമുക്കിത് വൈറ്റമിൻ സി കിട്ടണം, അല്ലാതെ നമ്മുടെ ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് വൈറ്റമിൻ സി സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത 4 ജീവികളാണ് ഉള്ളത്. അതായത് ഒന്ന് മനുഷ്യനാണ്, ഒന്ന് കുരങ്ങനാണ്, ഒന്ന് ചിമ്പാൻസി, ഒന്ന് വവ്വാല്. ഈ 4 ജീവികൾക്കും എന്തില്ല, സ്വയം വൈറ്റമിൻ സി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളത് എന്ത് വേണം, ഫുഡിലൂടെ ഈ വൈറ്റമിൻ സി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുളിയുള്ള നാരങ്ങ, അതുപോലെ തന്നെ മുസമ്പി, ഓറഞ്ച്, ഇതിലൊക്കെ വൈറ്റമിൻ സി ധാരാളം നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ പല രോഗങ്ങൾക്കും കാരണമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ അതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അയൺ കണ്ടന്റ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴും വേണമല്ലേ. നമുക്ക് ശ്വാസം മുട്ടൊക്കെ വരുന്നത് അയണിന്റെ ഒക്കെ കുറവ് മൂലങ്ങളാണ്. ചില ആളുകൾക്ക് ശ്വാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഓക്സിജൻ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിൽ നിന്നാണ് ഓക്സിജൻ കിട്ടുന്നത്. മിനിറ്റ്, ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോറി ട്ടാ, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പൊ ഒന്ന് സ്ഥലം മാറിയിരുന്നതാണ്. അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കണമെന്ന് നിർബന്ധമുണ്ടോ മാഡം? കുഴപ്പമില്ല മാഡം, നോ പ്രോബ്ലം, കേൾക്കാവല്ലോ എല്ലാവർക്കും. ഓക്കെ മാം. അപ്പൊ നമുക്ക് ഈ ഒരു പിന്നെ അപ്പൊ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല്, ഫ്രൂട്ട്സിലൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ സി ധാരാളം കിട്ടുന്നത്. അപ്പൊ ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തൊണ്ടവേദന വരുന്നുണ്ട്, ജലദോഷം, വായ്പുണ്ണ്, മൗത്ത് അൾസർ, ഇതൊക്കെ വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതായത് ഉറക്കക്കുറവ്, ഇത് പിന്നെ അതുപോലെ തന്നെ ദഹന പ്രക്രിയ പ്രശ്നം വരുന്നുണ്ട്. ദഹന പ്രക്രിയ ഇല്ലാത്ത ആളുകൾക്കൊക്കെ എന്തുണ്ട്, ഈ പൈൽസിന്റെ അസുഖങ്ങൾ വരാന് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോ നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ഈ ഒരു അംല ക്യാപ്സൂള്. അപ്പൊ ഈ പൈൽസ് ഉള്ള ഒരു വ്യക്തി അംല ക്യാപ്സൂള് നിർബന്ധമായിട്ടും കഴിക്കേണ്ടതുണ്ട്. അതായത് അത് ഫ്രീ റാഡിക്കൽ അറ്റാക്കിനെ തടയാന് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മളെ നെല്ലിക്കയുടെ ക്യാപ്സൂള് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശത്തെ സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇൻഫെക്ഷൻ തടയാനും നമ്മൾ ഈ നെല്ലിക്കക്ക് കഴിവുണ്ട്. അതായത് നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈറ്റമിൻസുകളും മിനറൽസുകളും എല്ലാം നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. അതുപോലെ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വൈറ്റമിൻ ബി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തില് മൊത്തം, അതായത് നമ്മളെ എല്ലിനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളെ വൈറ്റമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയപ്പെട്ട ലക്ഷണങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റ് പെയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലിന് ബലം കുറയുന്നുണ്ട്. ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നത്. അതുപോലെ കണ്ണിന് കാഴ്ചക്കുറവ് വരുന്നുണ്ട്, മുടി കൊഴിച്ചിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ. ഈ വൈറ്റമിൻ ഡി ഒന്നും ആരും ചെക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഈ വേദനകളും ക്ഷീണം കാര്യങ്ങളും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി നമ്മൾ
ചെക്ക് ചെയ്യണം. അപ്പൊ ചെക്ക് ചെയ്താലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുപോലെ വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിന് ചുളിവുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഫേസൊക്കെ നമ്മളെ ഒരു കരിവാളിത്തും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം നമുക്ക് ഒരുപാട്, അതായത് ഈ പറയപ്പെട്ട പൈൽസിനൊക്കെ ഏറ്റവും ബെറ്റർ ആണ് നമ്മളെ ഈ ഒരു വൈറ്റമിൻ സിയുടെ കുറവ് മൂലം നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ടെന്നാണ്. അപ്പൊ ഈ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആന്റി ഏജ് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റമിൻ സിയിൽ തന്നെ കാൽഷ്യം, ബി കോംപ്ലക്സ്, അയേൺ എന്നിവ വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ അമ്ല അതായത് നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ അതിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്, അയേണും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. അതുപോലെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നുണ്ട്, രക്തം ശുദ്ധീകരിക്കാനും ഒക്കെ അമ്ല ക്യാപ്സൂള് ഏറ്റവും ബെറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ അമ്ല ക്യാപ്സൂള് കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വീതം 2 നേരമാണ് കഴിക്കേണ്ടത്. ഒരു ക്യാപ്സൂള് രാവിലെ കഴിക്കുക, ഒരു ക്യാപ്സൂള് വൈകിട്ടും കഴിക്കുക. അതായത് ഒരു 5-6 മണിക്കൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. നല്ല വെള്ളം കുടിക്കണം. ഈ പിന്നെ പൈൽസ് ഉള്ള ആളുകള് നല്ല രീതിക്ക് വെള്ളം കുടിക്കണം. അതായത് അമ്ല ക്യാപ്സൂളൊക്കെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതായത് നമ്മളെ വയറിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന, അതായത് വയറാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതായത് ഈ കുടലിന്റെ ഉള്ളിൽ എന്തൊക്കെ ബാക്ടീരിയാസും കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ടോ അതൊക്കെ നശിച്ചു പോകണം അല്ലെ. ഒരുപാട് ടോക്സിൻസ് ആണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടോക്സിൻസ് ഒക്കെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്ല ക്യാപ്സൂൾ പോലത്തതൊക്കെ നമ്മൾ കഴിക്കല് നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മള് മലം പോവാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സ്മൂത്ത് ആയിട്ട് പോവാനൊക്കെ ഈ ഒരു അമ്ല ക്യാപ്സൂൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ വായിലൊക്കെ പുണ്ണുണ്ടെങ്കിൽ പല ഗുണങ്ങളാണ് കേട്ടോ, പല രീതിക്ക് നമ്മൾക്ക് കഴിക്കാൻ പറ്റും. അതായത് ഇളം ചൂടുള്ള വെള്ളത്തില് വായിലൊക്കെ പുണ്ണുണ്ട് എങ്കിൽ തലവേദന പനിയൊക്കെ ഉള്ള ചെറിയ കുട്ടികൾക്ക് നമ്മൾ അളവ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ പിന്നെ വായില് വെള്ളം പിടിക്കാം. വായിൽ കുറച്ച് നേരം നമ്മൾ വെള്ളം വെച്ചിരുന്ന് കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ പുറത്തേക്ക് തുപ്പി കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കളയാം, അല്ല അകത്തോട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു അമ്ല ക്യാപ്സൂള് പലതിനും പിന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത് പിന്നെ പുറത്തേക്ക് വന്നു പോകണം. അതായത് നമ്മളെ പുണ്ണ് കാര്യങ്ങളൊക്കെ അകത്തുണ്ടെങ്കിൽ അത് പുറം തള്ളി പോകണം. അപ്പൊ അതിനു വേണ്ടി നല്ല വെള്ളം കുടിക്കുക. പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്യാപ്സൂള് പൈൽസ് ഉള്ള ആളുകൾക്ക് ഒരു ക്യാപ്സൂള് തീർച്ചയായിട്ടും കഴിക്കുക. 1-2 ക്യാപ്സൂള് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു പ്രശ്നങ്ങളും വരാനില്ല എന്നുള്ളതാണ്. അടുത്ത ക്യാപ്സൂള് കഴിക്കണം. അതായത് പൈൽസ് ഉള്ള ആളുകൾ കഴിക്കേണ്ട സപ്ലിമെന്റ് ആണ് ഞാൻ ഈ പറയുന്നത്, അലോവേര ക്യാപ്സൂള്. അലോവേര ക്യാപ്സൂള് നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ അലോവേര, അതായത് കറ്റാർ വാഴ ക്യാപ്സൂൾ അല്ല, കറ്റാർ വാഴ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് എണ്ണയിലിട്ട് നമ്മളത് പിന്നെ എണ്ണ കാച്ചിട്ടൊക്കെ നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനും മാത്രമാണ് നമ്മൾ അലോവേര ക്യാപ്സൂൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അലോവേരയുടെ പിന്നെ കറ്റാർവാഴ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അലോവേരന്റെ ക്യാപ്സൂള്, ഈ അലോവേര എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്കപ്പുറം ഹോമിയോയിലും ആയുർവേദത്തിലും മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഈ അലോവേര ക്യാപ്സൂള് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് വൈറ്റമിൻസ്, എൻസൈം, അതുപോലെ മിനറൽസ്, ഷുഗേഴ്സ്, ലിഗ്നിങ്, സ്പോണിങ്, ഇങ്ങനെ ഒരുപാട് അമിനോ ആസിഡ് അടങ്ങിയ 75ഓളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ അലോവേരയിൽ എന്നുള്ളതാണ്. അപ്പൊ ഈ അലോവേരനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അലോവേര എങ്ങനെ ഇത് ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണം, ആര് ഉപയോഗിക്കണം എന്ന് അറിയാത്തത് അല്ലെ. അതായത് നമ്മളെ ശരീരത്തിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് പൈൽസിന് ഏറ്റവും ബെറ്റർ ആണ്. നമുക്ക്
ആന്റി ഏജിങ് നിലനിർത്താനും ഏറ്റവും ബെറ്റർ ആണ്. അതുപോലെ തന്നെ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, നമുക്ക് വയറ്റിന്ന് പോവാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ 2 അലോവേര കഴിച്ചു കഴിഞ്ഞാൽ, അതായത് രാവിലെ 2 അലോവേര കഴിക്കാൻ, വെള്ളം ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വയറ്റിന്നൊക്കെ പോകുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോവാനും, ഈ പൈൽസ് ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അവർക്ക് വയറ്റിന്ന് പോവാന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മലം പോകുമ്പോഴൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും. എന്റെ ടീമിൽ തന്നെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു രുക്മണി മേഡം ഉണ്ട്. അവര് തൃശ്ശൂർ ജില്ലയിലാണ്, മുള്ളൂർക്കരയിലാണ് താമസിക്കുന്നത്. അവർക്ക് 2 വർഷമായിട്ട് പൈൽസിന്റെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഞാൻ അവരെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവരെ ഈ ഒരു മാറ്റം വന്നതിന് ശേഷം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തോളം പൈൽസ് ഉണ്ടായിട്ട് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു. അവരൊക്കെ പറയുന്നത് സർജറി വേണം എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നത് എന്താണെന്നറിയോ, ടാപ്പ് തുറന്നാല്, നല്ല സ്പീഡിൽ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോകുന്ന പോലെ ആയിരുന്നു ബ്ലഡ് പോയിരുന്നത് എന്ന്. അങ്ങനെ നമ്മള് ഈ സപ്ലിമെന്റ്സ് കൊടുത്തതിന് ശേഷം, അതായത് ഈ വിസ്റ്റീജിന്റെ സപ്ലിമെന്റ്സ് കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പായി. 2ാമത്തെ ആഴ്ചയിൽ കുറച്ച് ഓവർ ബ്ലീഡിങ് വന്നു. 3ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. ഇന്ന് വരെ പിന്നെ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇത് ഡോക്ടർമാരടുത്ത് കൂടിയിട്ട് ആ ഒരു ഭാഗം മുറിച്ച് കളയ ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ സപ്ലിമെന്റ് എന്താന്നുള്ളതൊക്കെ കുറിച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഇല്ലാതെ, അതായത് ഈ പൈൽസിനൊന്നും നമ്മൾ മെഡിസിൻ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ ഭക്ഷണമാണ്. ഭക്ഷണം നേരവണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈൽസിന്റെ പ്രശ്നങ്ങൾ മാറി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ 40 വർഷമായിട്ടുള്ള പൈൽസ് മാറ്റം കിട്ടിയ നമ്മുടെ ടീമിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ സപ്ലിമെന്റ്സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്, 2000 വർഷങ്ങളായിട്ട് ഇത് ഔഷധമായി ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ എൻസൈംസും മിനറൽസും ലിഗ്നിങ്, സ്പോണിങ്, സിലിസിക് ആസിഡ്, അമിനോ ആസിഡ്, ഇങ്ങനെ 75ഓളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതിന് തന്നെ നല്ല അപാരമായ കഴിവുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് അല്ലെ. ഇതിൽ അത്രയും, അതായത് അലോവേര എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിന്റെ 4 പുറമൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് അതിന്റെ ഉപയോഗം അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് അവിടെ ഇട്ട് പോവുകയാണ് എന്നുള്ളതാണ്. വെറുതെ നമുക്ക് ഫിഷറിന്റെ പെയിൻ മാറാൻ അതൊക്കെ ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ചോദിക്കുന്നതായിരിക്കട്ടെ ഏറ്റവും ബെറ്റർ. കാരണം ഇങ്ങനെ ഇടയിൽ ചോദിക്കുമ്പോൾ നമ്മള് പിന്നെ അത് വേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോ ഇതിലെ കണ്ടന്റ് ആണ് അലോവേരയിലെ എക്സ്ട്രാക്ട് അല്ലെ. അപ്പോൾ ഹെൽത്തി സുഗേഴ്സ്, അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുറിവുകൾ ഉണങ്ങാൻ, അതായത് ഇപ്പൊ ഈ പൽസ് ഉണ്ടാവുന്ന ആളുകൾക്ക് മുറിവുകൾ ഉണ്ടാവും. ഏനൽ കനാലിന്റെ ഉള്ളിലൂടെ വരുന്ന ആ ഒരു മുറിവുകള് ഉണങ്ങാനും, അതുപോലെ പുറത്തേക്ക് തള്ളി വന്നിട്ടുള്ള ആ ഒരു മുറിവുകൾ ഉണങ്ങാനൊക്കെ ഏറ്റവും ബെറ്റർ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോ അപ്പൻഡിക്സിന്റെ പ്രശ്നം വരുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൻഡിക്സിന്റെ പ്രശ്നം, അത് കുടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ഹെർണിയ, ഇതിനൊക്കെ എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? നമ്മൾ ഈ ഒരു അലോവേര ക്യാപ്സൂള് പൈൽസിന് മാത്രല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ ഒരു ക്യാപ്സൂള് നമുക്ക് എല്ലാം, ഒരുവിധമുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ക്യാപ്സൂള് നല്ലതാണ്. അതായത് പനിയുള്ള ടൈമിൽ മാത്രം നമ്മളത് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് അത് തണുപ്പ് കൂടുതലാവുന്നത് കൊണ്ട് തന്നെ നമ്മളെ ശരീരം ഭയങ്കര ഹീറ്റ് വരും. അപ്പൊ പുറത്തേക്ക് നല്ല പനി കൂടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പൊള്ളലേൽക്കുക, നമ്മുടെ ശരീരത്തിന് പൊള്ളലേൽക്കുമ്പോഴൊക്കെ നമുക്ക് കൂളിംഗ് എടുക്കണമെങ്കിൽ, അത് പെട്ടെന്ന് മുറിവ് ഉണങ്ങാനൊക്കെ നമ്മൾ അലോവേര ക്യാപ്സൂള് ഏറ്റവും ബെറ്റർ ആണെന്നുള്ളതാണ് കേട്ടോ. അതായത് ആന്റി ഏജിങ് നിലനിർത്താനും വൈറസുകൾ ഇല്ലാതാക്കാനും, ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ വൈറസുകളൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ അലോവേര ക്യാപ്സൂള് ഇപ്പൊ കുട്ടികൾക്കൊന്നും കൊടുക്കേണ്ട. കുട്ടികൾക്ക് പറഞ്ഞപ്പോ 10 വയസ്സായ കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മള് പിന്നെ പനി ഉണ്ടാവുമ്പോഴൊന്നും കൊടുക്കരുത്. അപ്പൊ കൂളിംഗ് അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പനി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ആവുമ്പോൾ വിറയലും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. നമ്മളും അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു അലോവേര ക്യാപ്സൂളില് അയേൺ അടങ്ങിയിട്ടുണ്ട്, മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ എ, B1, B2, B3, B6, B12, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, കാൽസ്യം,
ഫോളിക് ആസിഡ്, ഇത്രയും ന്യൂട്രിയൻസ് എന്തിൽ അടങ്ങിയിട്ടുണ്ട്? അലോവേരയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മൾ വെറും അലോവേര, കറ്റാർവാഴ എന്നുള്ളത് മാത്രമേ നമ്മളെ മൈൻഡിലുള്ളൂ. ഇതിൽ ഇത്രയും ഗുണങ്ങൾ അടങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്. പ്രമേഹം തടയാനും എന്തിന് കഴിവുണ്ട്? ഈ ഒരു അലോവേര ക്യാപ്സൂളിന് കഴിവുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാന്, ഗ്യാസ്, അസിഡിറ്റി, ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് എന്നതാണ്. അതുപോലെ വെയിറ്റ് മാനേജ് ചെയ്യാനും, നമ്മളെ ബോഡി മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും, ബ്ലഡിലെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എന്തിന് കഴിവുണ്ട്? നമ്മളെ ഈ അലോവേര ക്യാപ്സൂളിന് കഴിവുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ കിഡ്നി, ലിവർ, ഇതിന്റെ ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാന് ഏറ്റവും ബെറ്റർ ആണ്. നമ്മൾ തലയിൽ വരുന്ന താരൻ കുറയ്ക്കാനും, മുടി കൊഴിച്ചില്, മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ഒരു അലോവേര ക്യാപ്സൂള് ഏറ്റവും ബെറ്റർ ആണ്. അതുപോലെ പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് തടയാനും ഏറ്റവും ബെറ്റർ ആണ്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽ അറ്റാക്കിനെ തടയാനും എന്തിന് കഴിവുണ്ട്? അലോവേരക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബോഡിയെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യാന് ഇതിന് കഴിവുണ്ട്. ഇത് നമുക്ക് ക്രീമായിട്ടോ അതുപോലെ ലോഷനായിട്ടോ ജെല്ലുകളായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മളെ വീട്ടിലുള്ള അലോവേര നമ്മൾക്ക് അതിന്റെ ആ ഒരു ജെല്ല് എടുത്തിട്ട് നമുക്ക് ആ ഒരു ജെല്ലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്രീമുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ഒരു അലോവേര കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ആ അലോവേര നമ്മളെ വയറ്റിന്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പൈൽസിന്റെ പ്രശ്നം, മെയിൻ ആയിട്ട് പൈൽസിന്റെ പ്രശ്നം മാറി കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ ഈ ഒരു പൈൽസ് ഉള്ള ആളുകൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് ചൂടുള്ള വെള്ളം അധികം കുടിക്കാണ്ടിരിക്കാം. അധികം ഒരു പിന്നെ തണുത്തതല്ല, നല്ല തണുപ്പുള്ളതല്ല, ഒരു നമ്മളെ നോർമൽ വാട്ടർ എപ്പോഴും കുടിക്കണം എന്നുള്ളതാണ്. അതായത് അവർക്ക് പിന്നെ ആ ഒരു ഭക്ഷണം ദഹിക്കാനും ഒക്കെ അതായത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് നമ്മളെ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ദഹനത്തിന് വെള്ളം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കണം. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭക്ഷണത്തിലൂടെ കൊഴുപ്പുകൾ നമുക്ക് ചെല്ലണം. ആ കൊഴുപ്പുണ്ടെങ്കിലും പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ നമ്മൾ പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതൽ കഴിക്കരുത്. അതായത് തക്കാളിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ അളവ് കൂടും. അപ്പോഴും ഈ ഒരു പിന്നെ പൈൽസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or 2 ക്യാപ്സൂള് വീതം 2 നേരം നമുക്ക് കഴിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഫൈബർ. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്സ്, പയറുവർഗ്ഗങ്ങൾ എന്നീ ഭക്ഷ്യവസ്തുക്കളിൽ ഉൾപ്പെടുന്ന ഒരു തരം കാർബോഹൈഡ്രേറ്റ് ആണ് ഫൈബേഴ്സ്. അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്നാണ് പറയുന്നത് ഫൈബർ. അപ്പൊ ഈ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം ഉണ്ട്. അതായത് ഒന്ന് സോളുബിൾ ഫൈബറും ഇൻസോളുബിൾ ഫൈബറും. അപ്പൊ ഇത് രണ്ടും 2 തരാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതായത് സോളുബിൾ ഫൈബർ എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ അലിഞ്ഞ് ഒരു ജെല്ല് പരുവത്തിലാവുന്നതാണ് എന്ന ഫൈബറാണ് സോളുബിൾ ഫൈബർ എന്ന് പറയുന്നത്. ഇത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. സാധാരണയൊക്കെ നമ്മൾ ഓട്സിൽ ഉണ്ടാവും. അതുപോലെ ബീൻസ്, ആപ്പിള്, പുളിയുള്ള ഫ്രൂട്ട്സ്, ക്യാരറ്റ്, ബാർലി, ഇതിലാണ് ഈ സോളുബിൾ ഫൈബർ കാണപ്പെടുന്നത്. അതായത് ഇതൊക്കെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാലോ അല്ലെ. അതായത് ബീൻസ് അതുപോലെ ഓട്സ് ഒക്കെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ജെല്ല് പരുവത്തിൽ ആയി മാറുന്നത് കാണാൻ പറ്റും. അപ്പോ അങ്ങനത്തതൊക്കെയാണ് നമ്മൾ ഈ സോളുബിൾ ഫൈബറിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻസോളുബിൾ ഫൈബർ, ഇവ ദഹന വ്യവസ്ഥയിലുള്ള വസ്തുക്കളുടെ ചലനത്തിന്റെ വേഗത കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ദഹിക്കാനുള്ള ആ ഒരു വേഗത കൂട്ടുന്നുണ്ട്. അതായത് ഈ ഇൻസോളുബിൾ ഫൈബർ എന്ന് പറയുന്നത്. അതുപോലെ മലബന്ധം മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങള്, മലം പോവാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ,
അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഫൈബർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സോളുബിൾ ഫൈബറും അതിൽ തന്നെ ഉണ്ട്, ഇൻസോളുബിളും ഫൈബറും അതിൽ അടങ്ങിയിട്ടുണ്ട്, നമ്മളെ വെസ്റ്റീജ് ഫൈബർ എന്ന് പറയുന്നത്. അപ്പോ അത് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു പിന്നെ ആശ്വാസം നമുക്ക് കിട്ടുന്നുള്ളത്. അതായത് ഇൻസോളുബിൾ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ്, അതുപോലെ തന്നെ ഗോതമ്പിന്റെ തവിട്, നട്സ്, ബീൻസ്, ഇതിന്റെ ഒക്കെ ഉറവിടമാണ് ഈ ഒരു ഇൻസോളുബിൾ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കൽ നമുക്ക് നിർബന്ധമായി വരികയാണ്. കാരണം ഇന്ന് ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും അപ്പൊ ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ നിർബന്ധമായി വരുന്നത് എന്താണ്? 30 വയസ്സ് കഴിയുമ്പോഴേക്കും ഇന്ന് നമുക്ക് എന്ത് വരികയാണ്? പൈൽസിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഹെർണിയ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വയറിന്റെ ഉള്ളിൽ, കുടലിന്റെ ഉള്ളിൽ കുമിളകൾ വരികയാണ്. അതുപോലെ പിന്നെ സ്റ്റോണിന്റെ പ്രശ്നങ്ങൾ വരികയാണ്. സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. യൂറിനിൽ സ്റ്റോൺ വരുന്നുണ്ട്, അതുപോലെ കിഡ്നി സ്റ്റോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗാൾ ബാഡറിൽ സ്റ്റോൺ വരുന്നത്, അതായത് പിത്തസഞ്ചിൽ സ്റ്റോൺ വരുന്നുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അലോപ്പതി ഡോക്ടർമാർ, അതായത് മോഡേൺ മെഡിസിൻ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സർജറികളാണ് പറയുന്നത്. ഇപ്പൊ എൻ്റെ മോൾക്കും ഉണ്ടായിട്ടുണ്ട്, അതായത് അപ്പൻഡിക്സിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം വന്നപ്പോ അവൾക്ക് ഗുളിക കഴിക്കാനൊക്കെ മടിയുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമ്മളെ അലോവേര ക്യാപ്സൂളും അംല ക്യാപ്സൂളും മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ വെറുതെ കേട്ടിട്ട് പുറം തള്ളിക്കളയരുത്. നമ്മളത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും വന്നിട്ട് നമ്മളത് മാരകമായ രോഗങ്ങളിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുപോയി വിടുകയാണ് അല്ലെ. ചില ആളുകൾ പറയും അതൊക്കെ ദൈവം തന്നതല്ലേ, ദൈവം തന്നെയാണ് മാറ്റിക്കോളുന്നത്. പക്ഷെ ദൈവമല്ല നമുക്ക് അസുഖങ്ങളൊന്നും തരുന്നത്. ദൈവം നമുക്ക് അങ്ങനെ ഒരു അസുഖം തരുന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. രാവിലെ നമ്മളോട് രാജാവിനെ പോലെ കഴിക്കാൻ പറയുന്നുണ്ട് ഭക്ഷണം, ഉച്ചയ്ക്ക് രാജ്ഞിയെ പോലെ കഴിക്കാനാ പറഞ്ഞത്, രാത്രി ദരിദ്രനെ പോലെ കഴിക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മളോ രാത്രിയാണ് രാജാവിനെ പോലെ കഴിക്കുന്നത് അല്ലെ. അതായത് ഈ ഒരു ടീമിലുള്ള ആരും അങ്ങനെ കഴിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ കഴിക്കുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മളെ കിഡ്നിക്ക് നമ്മളൊരു പണി കൊടുക്കരുത് അവിടെ. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ വയറ് സംബന്ധമായിട്ട് അകത്തേക്ക് പോകുന്നത് എന്തൊക്കെയാണോ അതിൻ്റെയൊക്കെ നമ്മൾ വിശക്കുന്നതിന് നമ്മൾ കുറെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഈ നാരുകൾ അടങ്ങിയ ഫുഡുകൾ അതിൽ ഉൾപ്പെടുത്തണം, അത് ഫൈബേഴ്സ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫൈബർ കഴിക്കുമ്പോൾ നമുക്ക് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിലെ ചീത്ത കൊളസ്ട്രോള് പിന്നെ പുറന്തള്ളാന് സഹായിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, ഡയബറ്റീസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് പെട്ടെന്ന് നിറഞ്ഞ പോലെ നമുക്ക് തോന്നും അല്ലെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതായത് ഫൈബർ അടങ്ങിയ ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാല് നമ്മളെ വയറ് ഒരു ഫുള്ളായ പോലെ തോന്നും അല്ലെ. ആ ഒരു ആപ്പിൾ മതി നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് പെട്ടെന്ന് മാറി കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് അതുപോലെ തന്നെ ഈ ഒരു ഫൈബർ കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വെയിറ്റ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കുടല് സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷന് കാര്യങ്ങളൊക്കെ തടയാൻ ഏറ്റവും സഹായകരമാണ് നമ്മളെ ഈ ഒരു ഫൈബർ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ടോട്ടൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്ട്രോങ് ആക്കാൻ എന്തിന് കഴിവുണ്ട്? നമ്മൾ ഈ ഒരു ഫൈബറിന് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ കോള, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെ നമ്മൾ മോഡേൺ ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിർത്തണം. ഈ ഒരു പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ നമ്മൾ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചിതനാവാൻ നമുക്ക് പറ്റും എന്നുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളുടെ ഭക്ഷണ ക്രമീകരണം എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് അപ്പോ 3 സപ്ലിമെന്റ് പറഞ്ഞു, അതായത് ഒന്ന് അലോവേര ക്യാപ്സൂള്, ഒന്ന് അംല ക്യാപ്സൂള്, ഒന്ന് ഫൈബർ.
ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാപ്സൂളാണ് നമ്മൾ കോംബിയോട്ടിക്സ് എന്ന് പറയുന്നത്. ആ കോംബിയോട്ടിക്സ് അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട് അല്ലെ. ദഹിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അപകടകരമായ പിന്നെ ഈ മൈക്രോസ്കോപ്പിലൂടെ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അപകടകരമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ്. അപ്പോ ഇതൊക്കെ ഒട്ടനവധി, അതായത് ഒരുപാട് അസുഖങ്ങള് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെ പിന്നെ അസുഖത്തെ സംരക്ഷിക്കാനും നല്ല ബാക്ടീരിയാസും ഉണ്ട്, പിന്നെ ചീത്ത ബാക്ടീരിയാസും ഉണ്ട് അല്ലെ. അപ്പോ ദഹന പ്രക്രിയയിൽ ഇവക്ക് ഒഴിച്ചുകൂടാനാവാത്ത അത്രയും പങ്ക് എന്തിനുണ്ട്, ഈ ബാക്ടീരിയാസിനുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മള് ഈ ഒരു കോംബിയോട്ടിക്സ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടോട്ടൽ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മോഡേൺ പിന്നെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ദഹന വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാന് നമ്മളെ ഈ ഒരു കോംബിയോട്ടിക്സിന് നല്ലൊരു കഴിവുണ്ട്. അതായത് കോംബിയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ആണ്. അപ്പൊ ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് പിന്നെ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഭക്ഷണങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം ബാക്ടീരിയാസ് ആണ്. ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളതാണ്. അതായത് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോ പിന്നെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിലിപ്പോ കോംബിയോട്ടിക്സ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നല്ല നാടൻ തൈര് നമ്മൾ കഴിച്ചാൽ മതി. ഇപ്പൊ തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ച്, പച്ച വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ എണീറ്റതിന് ശേഷം ആ വെറും വയറ്റില്, പൈൽസുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കട്ടോ, വെറും വയറ്റില് ആ ഒരു ചോറില് നമ്മളെ നാടൻ തൈര്, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർക്കാവുന്നതാണ്. അത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ ആ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നമുക്ക് അതിൽ നിന്നും തന്നെ ശരിക്കുള്ള പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു കോംബിയോട്ടിക്സിലും ഉണ്ട് നമുക്ക് പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും. അപ്പൊ പ്രീബയോട്ടിക്സിന്റെയും പ്രോബയോട്ടിക്സിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ ഒരു കോംബിയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പ്രോബയോട്ടിക് ചില ഭക്ഷണങ്ങളിൽ കാണപ്പെടുന്ന അത്യാവശ്യമുള്ള ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ ഇത് നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താന് അതുപോലെ തന്നെ ഡീടോക്സിഫിക്കേഷന് സഹായിക്കുന്നുണ്ട്. ഇവ ജീവനുള്ള ഒരു മൈക്രോബ്സ് ആണ്. അധികം ചൂടും തട്ടാൻ പാടില്ല. അതുപോലെ തന്നെ അധികം ചൂടൊക്കെ തട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് അസിഡിറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും. അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കാനും ഇതിന് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊക്കെ നല്ല ടോക്സിൻസ് ഉണ്ട് അല്ലെ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പുറത്തുനിന്നുള്ള വായു ശ്വസിക്കുകയാണെങ്കിലും വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് ടോക്സിൻസ് ഇങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നമ്മൾ കഴിക്കണം എന്നുള്ളതാണ്. അപ്പോ അതായത് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്തത് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അതായത് ചില ഭക്ഷണങ്ങളിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പൊ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത ഫൈബേഴ്സ് ആണ്. ഒന്ന് ജീവനുള്ളതാണെങ്കിൽ ഒന്ന് ജീവനില്ലാത്ത ഫൈബേഴ്സ് ആണ്. ഇത് മനുഷ്യന്റെ ശരീരത്തിൽ പെട്ടെന്ന് ദഹനം സംഭവിക്കൂല. അതായത് ഈ ഒരു പ്രീബയോട്ടിക് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാക്ടീരിയ ഉള്ളത് കൊണ്ട് നമ്മളെ ശരീരത്തിൽ പെട്ടെന്ന് ദഹനം സംഭവിക്കൂല എന്നുള്ളതാണ്. ദഹനം സംഭവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ കൂടി വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിലുള്ള ചൂട്, അസിഡിറ്റി, ഇതിനൊന്നും ഇവ ബാധിക്കൂല. അപ്പോ ഈ ഒരു ക്യാപ്സൂളില് എന്തുണ്ട്, ഒരു ക്യാപ്സൂളും കൂടെ ഉണ്ട്. അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മള് കോംബിയോട്ടിക്സിന്റെ ഉള്ളില്, അതായത് ക്യാപ്സൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. ക്യാപ്സൂള്. അപ്പോ അതായത് പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ആണ് അന്ന്.
അപ്പൊ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ആണിത്. ഇത് പുറമെ കാണപ്പെടുന്നത് പ്രീബയോട്ടിക്സും അതിന്റെ ഉള്ളിൽ കാണുന്നത് പ്രോബയോട്ടിക്സും ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോ ഇവ വൈറ്റമിൻസും മിനറൽസും ആണ് ഈ ഒരു പിന്നെ കോംബയോട്ടിക്സിൽ അടങ്ങിയിട്ടുള്ളത്. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും വൈറ്റമിൻസും മിനറൽസും ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ പോഷകാഹാരത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് നികത്താൻ ഏറ്റവും ബെറ്റർ ആണ്. അതുപോലെ തന്നെ അതിൽ പ്രോട്ടീനും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ പിന്നെ തൈര് മോരൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പോ അതിന് അത്ര പ്രോട്ടീൻ നമ്മളെ ഈ ഒരു കോംബയോട്ടിക്സിൽ ഇല്ല. അപ്പൊ അതായത് ഭക്ഷണമാണ് നമ്മളെല്ലാം കഴിക്കുന്നത്. അപ്പോ ഈ ഒരു നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള വെൽനസ് പ്രോഡക്ട്സുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഭക്ഷണത്തിലൂടെ നമുക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നിപ്പോ ഈ ഒരു പിന്നെ എന്താ പറയാ, കൊറോണ ടൈമിൽ നമുക്ക് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് അല്ലെ. ഈ വാക്സിനേഷൻ എടുത്തത് കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറസ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാ പ്രശ്നങ്ങളും, അതായത് അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങൾ, കിഡ്നി ഡിസീസ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊക്കെ പെട്ടെന്നാണ് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ കുറവാണ്? നമ്മൾ ഈ പോഷകാഹാരങ്ങൾ നല്ല രീതിക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് നമ്മൾ എന്ത് ഉൾപ്പെടുത്തണം? നമ്മളെ ശരീരത്തിലേക്ക് പോഷകാഹാരങ്ങൾ, അതായത് വൈറ്റമിൻസ് അടങ്ങിയതും പ്രോട്ടീൻ അടങ്ങിയതും മിനറൽസ് അടങ്ങിയതും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതും ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പിന്നെ ക്യാപ്സൂള് കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഡെയിലി 1 വീതമാണ് കഴിക്കേണ്ടത്. അത് ഭക്ഷണത്തിന്റെ മുന്നേ കഴിക്കുകയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഭക്ഷണത്തിന്റെ മുന്നേ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൂടെ തന്നെ കഴിക്കുകയാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഇതിൽ ആരോ ഒരാള് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിഷറിന് പെയിൻ മാറാൻ അതൊക്കെ ചെയ്യേണ്ടത് ഒന്ന് പറയുമോന്ന്. അതായത് ഫിഷറിന്, അതായത് നമുക്ക് മുറിവ് ഉണ്ടായിട്ടാണ് ഈ പെയിന് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അപ്പൊ ഈ മുറിവ് ഉണങ്ങണമെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ 4 സപ്ലിമെന്റുകളും കഴിക്കുക. അതുപോലെ തന്നെ നമ്മളെ പിന്നെ എന്താ പറയാ, ടോക്സിൻസ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഗാനോഡർമ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയപ്പെട്ട 4 ക്യാപ്സൂൾ അല്ല, 1 അംല ക്യാപ്സൂള്, 1 അലോവേര ക്യാപ്സൂള്, അതുപോലെ തന്നെ ഫൈബർ, കോംബയോട്ടിക്സ്, ഇങ്ങനെ 4 എണ്ണം നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല പൈസ ഉള്ള ആളുകൾക്കടക്കം ഞാൻ കൊടുത്ത സപ്ലിമെന്റ് ആണ് ഈ ഒരു 4 എണ്ണം. ഈ 4 എണ്ണത്തിലൂടെ തന്നെ നല്ല റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ റിസൾട്ട് നമ്മൾ ശരിക്കും കഴിച്ചാൽ മാത്രം പോരാ, വെള്ളം നല്ല കുടിക്കണം. നമ്മൾ ശരീരത്തിൽ വെള്ളം ഉണ്ടെങ്കിലാണ് അത് പെട്ടെന്ന് ഒബ്സർവ് ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണത്തിൽ തന്നെ നമ്മൾ ഫൈബർ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി മഴക്കാലം വരികയാണ്, നമ്മൾ ഇപ്പൊ ചക്ക മാങ്ങ ഇതൊക്കെ ഉള്ള ഒരു കാലമാണ്. അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറിനകത്ത് ഒരുപാട് ടോക്സിൻസും കാര്യങ്ങളൊക്കെ വരാന് സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പത്തൊക്കെ മാങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കും. നമ്മളെ വീട്ടിലെ മധുരമില്ല, പുറത്തതാണ് മധുരം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെ കൃത്രിമമായിട്ട് ഓരോ പിന്നെ ഇപ്പൊ എൻഡോസൾഫാൻ പോലത്തത്, അങ്ങനത്തെ മാരകമായ വിഷങ്ങൾ ചേർത്തിട്ടൊക്കെയാണ് നമുക്ക് വരുന്നത്. അതായത് മാങ്ങയുടെ ഗ്ലേസിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അപ്പൊ പോയിട്ട് വാങ്ങിക്കും. എത്ര വിലയാണെങ്കിലും നമ്മളത് പോയിട്ട് വാങ്ങിക്കും. എന്നിട്ട് നമ്മളത് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഫ്രൂട്ട്സിന്റെ മുകളിൽ ഈച്ച ഇരിക്കാനുള്ള മരുന്നടക്കം അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇതൊക്കെ പ്രശ്നമാണ് നമ്മളുടെ ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാല്.
അപ്പോൾ നമ്മൾ സപ്ലിമെന്റ്സ് തന്നെയാണ് നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. എല്ലാവരും വീട്ടിലും നമ്മളൊരു പിന്നെ സ്പൈരുലിന, അതുപോലെ തന്നെ ഗാനോഡെർമ, അംല ക്യാപ്സൂള്, അലോവേര ക്യാപ്സൂള്, ഫ്ലാക്സീഡ്, അതുപോലെ തന്നെ ഫ്രഷ് അപ്പ് ഡ്രിങ്ക്, ഒരു പഞ്ചതുളസി, ഇതൊക്കെ റെസ്പോ കെയർ, ഇതൊക്കെ ഡെയിലി നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ മാരകമായ രോഗങ്ങളിൽ നിന്നും നമുക്ക് തടയാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് വന്നിട്ട് നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ ഓടലല്ല, അസുഖം വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആരോഗ്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോ നമ്മൾ കഴിച്ച സപ്ലിമെന്റ് ഏതാണെന്ന് വെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അതൊരു ഗുണം ചെയ്യും, അതായത് അവർക്ക് നല്ലൊരു ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ ആദ്യം സപ്ലിമെന്റുകൾ കഴിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നിട്ടാണ് അത് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് വിശ്വസ്തയോടെ അതായത് നമ്മളിൽ ഒരു വിശ്വാസം വേണം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറും, എനിക്ക് പിന്നെ അതായത് എനിക്ക് രോഗം ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചിരുന്നിട്ടാണ് നമ്മൾക്ക് ആ രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതലാവുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പൊ ഒരു അംല ക്യാപ്സൂൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതിൽ എന്തൊക്കെ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്, എത്ര മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട്, എത്രയോ ഘടകങ്ങൾ അതിൽ അടങ്ങിയതാണ്. അപ്പൊ ആ ഘടകങ്ങളൊക്കെ അതിൽ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് മാറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നെല്ലിക്ക മാത്രം കഴിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ആ ഇമ്മ്യൂണിറ്റി നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഡോക്ടർ കാണാതെ കഴിക്കാൻ പറ്റുമോ? ഇത് സപ്ലിമെന്റ്സ് ആണ്. അതായത് നമ്മൾ സപ്ലിമെന്റ്സ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് മീൻ വാങ്ങാൻ നമുക്ക് ഡോക്ടറോട് ചോദിക്കണോ? അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കാൻ നമുക്ക് ഡോക്ടറോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ചിക്കനിൽ ഹോർമോൺ കുത്തിവെച്ച ചിക്കനാണ് കഴിക്കുന്നത്. അത് കഴിച്ചാലാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നത്, അല്ലെ? അത് കഴിക്കുന്നതിന്റെ മുന്നേ ഡോക്ടറെ കാണിച്ചിട്ട് ഇതൊന്ന് ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കോ? ഇല്ല. ഒരു മീൻ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പേടിയുണ്ടോ? നമ്മൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടോ? ഗവൺമെന്റ് അംഗീകരിച്ചതാന്ന് ചോദിക്കുന്നുണ്ടോ? ഇതൊന്നും നമ്മൾ ചോദിക്കാതെയാണ് മീൻ വാങ്ങി കഴിക്കുന്നത്. അപ്പൊ ആ മീനിൽ അമോണിയ ഇട്ട മീൻ വരുന്നത്. അപ്പോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നല്ല നെല്ലിക്ക കഴിക്കാൻ നമുക്ക് പേടിക്കണോ? ആരും പേടിക്കണ്ട. ഡോക്ടറോട് ചോദിക്കണോ? ഞാനിപ്പോ ഒരു കിലോ നെല്ലിക്ക വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഡോക്ടർ സമ്മതം ചോദിച്ചിട്ട് വേണോ നമ്മൾ ഇതാക്കാന്? ഞാൻ നിങ്ങളെ ചീത്ത പറയ കാര്യങ്ങളൊന്നല്ല, ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് അതിനുള്ള ആൻസർ പറയാന്ന് മാത്രം. അപ്പൊ നമ്മള് ഇതൊന്നും ഒരു പേടിയില്ല, അല്ലെ? നമുക്ക് കഴിക്കാം. അൽഫാം കഴിക്കാൻ നമ്മൾ ഡോക്ടറോട് ചോദിക്കണോ? ബിരിയാണി കഴിക്കാൻ നമ്മൾ ഡോക്ടറോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾക്ക് ഒന്നിനും ഡോക്ടറോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഡോക്ടറോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥ വരികയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിക്കാം. ഇപ്പൊ നല്ല മീനാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ചെകിള പൊക്കി നോക്കി കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും അതിലെ രക്തത്തിന്റെ കളർ ഉണ്ടെങ്കിൽ. ഇന്ന് അതും നോക്കിയിട്ട് കാര്യമില്ല. ഒരു മീൻകാരൻ പറഞ്ഞൊരു കഥയാണ്, ഇന്ന് ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ട് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അമോണിയ ഇട്ടിട്ട് വരുന്നത്, അതിലൂടെ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ചെകിള പൊക്കി കൊടുത്തു കഴിഞ്ഞാല് ആ റെഡ് കളർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിലും എന്തില്ല, ഫ്രഷ് ആണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു മീൻ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞതാണ്. നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ കാര്യമില്ല എന്നുള്ളത്. എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് മീൻ ഫ്രഷ് ആണെന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് പറ്റിയ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പൊക്കി നോക്കി കഴിഞ്ഞാല് അതിൽ റെഡ് കളർ ഉണ്ടെങ്കിൽ, അത് ബ്ലഡിന്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രഷ് ആണെന്ന് വിചാരിക്കും. അന്ന് നിങ്ങൾ അങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് കഴിക്കാൻ നമുക്ക് ആർക്കും പേടിയില്ല, അല്ലെ? പുറത്തു പോയിട്ട് ഷവർമ ഇതൊക്കെ കഴിക്കാനൊന്നും നമുക്ക് പേടിയില്ല. ഈ ഹോർമോൺ കുത്തി വെക്കാതെ ഒരു ചിക്കനും നമുക്ക് വരൂല. നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴിയല്ലാതെ അതിൽ ഹോർമോൺ ഇല്ലാത്ത കോഴി നമ്മളെ വീട്ടിലുള്ള കോഴിയാണ്, അല്ലെ? അല്ലെങ്കിൽ മീൻ നമ്മളെ വീട്ടിൽ വളർത്തുന്ന മീനാണ്. അല്ലെങ്കിൽ കടപ്പുറത്ത് പോയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് വാങ്ങിച്ചു കൊണ്ടുവരണം. അപ്പൊ അതൊന്നും നമുക്ക് വാങ്ങിച്ചു കഴിക്കാൻ പേടില്ല. നെല്ലിക്കയുടെ ക്യാപ്സൂള് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അത് പേടിയാണ്. അലോവേരയുടെ ക്യാപ്സൂള് കഴിക്കാൻ വേണ്ടി പറഞ്ഞ പേടിയാണ്. അതിന് എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, അല്ലെ?
കേന്ദ്ര ഗവൺമെന്റിന്റെ ISO മുദ്ര അടക്കം ഉള്ള സപ്ലിമെന്റ് കഴിക്കാൻ നമുക്ക് പേടിയാണ്. അതന്നെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല. അപ്പൊ നമ്മളാണ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ വേണ്ടാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളത് ഡോക്ടറെ അടുത്ത് പോയിട്ട് അവരുടെ നിന്ന് മെഡിസിൻ വാങ്ങി കഴിക്കുക. ഇന്ന് നമ്മൾ ഡോക്ടർമാരാണോ അസുഖം കണ്ടുപിടിക്കുന്നത്? അല്ല. ഇന്ന് മെഷീൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ഡോക്ടർമാർ മരുന്ന് എഴുതുന്നത്, അല്ലേ? ഡോക്ടർമാര് നോക്കുന്നുണ്ടാ? ഡോക്ടർമാർക്ക്, അതായത് ഇപ്പൊ മെഷീനിൽ പറയാണ്, ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ പറയാണ് നിങ്ങളെ വയറ്റിന്റെ ഉള്ളിൽ വലിയൊരു മുഴ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡോക്ടർമാർ സർജറി ചെയ്യണം, വേണ്ടേ? ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ തുറന്നു നോക്കിയാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. മെഷീൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്കിന്ന് മെഡിസിൻ എഴുതുന്നത്. പല ലാബിലുള്ള ആളുകൾ, ആരും കുറ്റം പറയല്ല, ലാബിലുള്ള ആളുകൾ ചെയ്ത വ്യക്തികൾ പറഞ്ഞതാണ്. അതായത് അപ്പോ ഡോക്ടർമാർ അതായത് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തു, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി കൊടുത്തു, യൂറിൻ തട്ടിപ്പോയാല് അവര് റിസൾട്ടാണ് എഴുതി വിടുകയാണ്. ആ റിസൾട്ട് അനുസരിച്ചിട്ടാണ് ഡോക്ടർമാര് മെഡിസിൻ എഴുതുന്നത്, അല്ലെ? നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ കൊടുത്ത യൂറിൻ അല്ല വെറുതെ റിസൾട്ട് എഴുതിയിടുക. കൊറോണ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? കൊറോണ ടെസ്റ്റ് ഉണ്ടെങ്കിലാണ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ലാബിലുള്ളവര് ജസ്റ്റ് എഴുതി വിട്ടിട്ടാണ് ഗൾഫിലോട്ട് പോയിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? അപ്പോ റിസൾട്ടുകളൊക്കെ മുഴുവൻ സത്യമായിട്ടൊന്നല്ല നമുക്ക് മെഡിസിന് ഡോക്ടർമാര് എഴുതുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഭക്ഷണം നല്ല രീതിക്ക് കഴിക്കുക, വെള്ളം നല്ല കുടിക്കുക. ഇനിയിപ്പോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളത്തിനോടൊക്കെ എല്ലാവർക്കും കുറച്ചൊരു പുച്ഛായിരിക്കും, അല്ലെ? വെള്ളം കുടിക്കണ്ടേ, വെള്ളം പിന്നെ സാധാരണ ആളുകൾ എങ്ങനെ വെള്ളം കുടിക്കാറുള്ളത്? അതായത് ഒരു 4 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ കുടിക്കണം. അങ്ങനത്തെ സ്ഥാനത്ത് നമ്മൾ ഒരു ഗ്ലാസ് രാവിലെ ചായ കുടിക്കും, ഉച്ചക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു ചായ. ടോട്ടല് നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്നത് 4-5 ഗ്ലാസ് വെള്ളം മാത്രമാണ്. അതായത് 1 ലിറ്റർ പോലും ശരിക്ക് നമ്മളെ ശരീരത്തിലോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുക. എങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ വെൽനെസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം, അതായത് അസുഖമില്ലാത്തൊരവസ്ഥ എന്ന് മാത്രമല്ല, അതിൽ സാമൂഹികമായും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യം ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരാം. ഗസ്റ്റ് വന്നത് കൊണ്ട് ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽ. താങ്ക് യു മാഡം, വണ്ടർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി. വളരെ നല്ല രീതി സിമ്പിൾ ലാംഗ്വേജിൽ മാഡം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുക. കോൺസ്റ്റിപ്പേഷൻ, പൈൽസ് ഉള്ള എല്ലാവർക്കും നല്ല ഒരു നമ്മുടെ സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് നല്ല ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എല്ലാവരും ചാറ്റ് ബോക്സിൽ കൂടെ മാഡത്തിന് നന്ദി അറിയിപ്പിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ. Wish you well and good night.